ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ 2025-26 വർഷത്തെ പ്രിലിമിനറി എക്സാം നടത്തിയതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം വന്നത്, മക്കയിലെ ജബലുൻ നൂറിന് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എന്താണ്? മക്കയിലെ ജബലുൻ നൂറിന് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ അവിടെ ശരിയായത് വരുന്നത് ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയ സ്ഥലം എന്നാണ്. അപ്പോൾ ഇവിടെ മറ്റു ഓപ്ഷനുകൾ ഖുർആനിൽ പേര് പറഞ്ഞ മല, ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല, പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കണം എന്ത്? ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയ സ്ഥലമാണ് മക്കയിലെ ജബലുൻ നൂരിലുള്ള ഹിറാ ഗുഹ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഖുർആനുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചത്. അടുത്തത്, ഖുർആനിലെ എല്ലാ ഷദ്ദുള്ള നൂനുകളും ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമം. ഷദ്ദുള്ള നൂന് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഉന്നത്ത് ചെയ്യണം എന്നതാണ്. ഉന്നത്ത് ചെയ്യുക. ഷദ്ദുള്ള നൂനിനും മീമിനും, ഖുർആനിലെ എല്ലാ ഷദ്ദുള്ള നൂനിനും മീമിനും ഉന്നത്ത് വേണം. അപ്പോൾ അത് മനസ്സിലാക്കി ടിക്ക് ചെയ്യാം. അടുത്തതാ, വജാൽനി മിൻ ഇബാദിക സോലിഹീൻ. ഇത് ഉൾപ്പെട്ട ദുആ ചെയ്യേണ്ടത്. വജാൽനി മിൻ ഇബാദിക സോലിഹീൻ എന്താണ്? ഉളൂഇന് ശേഷമുള്ള ദുആയിലാണ്. വജാൽനി മിൻ ഇബാദിക സോലിഹീൻ. ഇതുപോലെ തന്നെ നമുക്ക് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ ഇത് ചോദിച്ചാലോ അത് ഉളൂഇൻ്റെ ദിക്റിലാണ്. അതേപോലെയൊക്കെ നിസ്കാരത്തിൻ്റെ ദിക്റിൽ നിന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ നമുക്കത് ഏതെന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം ടിക്ക് ചെയ്യാൻ കഴിയണം. ഇവിടെ ഉളൂഇന് ശേഷമുള്ള എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ദുആ ആണ്, ഉളൂഇന് ശേഷമുള്ള ദുആ. അടുത്തത്, തേനീച്ച എന്നാണ് അർത്ഥം. തേനീച്ച എന്ന അർത്ഥമാണ് നഹ്ല്. അവിടെ നഹ്ല് എന്ന ഓപ്ഷൻ ഡി ആണ്. നമുക്കിവിടെ നഹ്ല് ഹാഇന് പുള്ളിയുള്ള നഹ്ലും തന്നിട്ടുണ്ട്, നഹ്ല. അതേപോലെ സാദാ ഹാഇന് സുക്കൂൻ ഇട്ടിട്ട് നഹ്ല അതും തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. പുള്ളിയില്ലാത്ത ഹ ആണ് നഹ്ല്. ഓക്കെ, മനസ്സിലാക്കുക. അടുത്തത്, കുട്ടിയായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ച സംഭവം എന്തായിരുന്നു? ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ മഴ വർഷിച്ചത്. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ മഴ വർഷിച്ചതാണ് കുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം നാട്ടുകാർ മനസ്സിലാക്കിയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ആറാമത്തെ ചോദ്യം, സിലു അർഹാം. സിലു അർഹാം, അർഹാം എന്ത് എന്നാണ്? നമ്മൾ സിലു അർഹാം എന്നാണ് കുടുംബ ബന്ധം ചേർക്കാം എന്നാണ്. അപ്പോൾ അവിടെ അർഹാം എന്നാൽ കുടുംബ ബന്ധം എന്നതാണ് ഓപ്ഷനിൽ ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം, അമയ്യമൽ മിസ്കാല ദർറത്തിൻ ഹൈറയ്യറ. ഈ ആയത്തുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ജൽസാല. സൂറത്തുൽ ജൽസാലയിലാണ് അത് ഉള്ളത്. അടുത്തത്, എട്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുലപ്പാൽ കുടിച്ച ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, അബ്ദുള്ള. അബ്ദുള്ളയാണ് ഹലീമ ബീവിയുടെ മകൻ. അടുത്ത 9, കൂടുതൽ ആളുകളെ നരകാവകാശിയാക്കുന്ന ദുസ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അത് ചീത്ത സംസാരമാണ്. നമ്മൾ പഠിച്ചിട്ട് മനുഷ്യരെ കൂടുതലായി നരകത്തിലാക്കുന്നത് ചീത്ത സംസാരമാണെന്ന്. അപ്പോൾ അവിടെ ചീത്ത സംസാരം എന്നത് ശരിയടപ്പെടുത്താം. അടുത്ത 10ാമത്തത്, ആദ്യത്തെ നബി ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ റസൂലാണ്. ആദ്യത്തെ റസൂല് ആദം അലൈഹിസ്സലാം. ആദ്യത്തെ റസൂലും ആദം അലൈഹിസ്സലാം തന്നെയാണ്. ആദ്യത്തെ നബി ആദം അലൈഹിസ്സലാം, ആദ്യത്തെ റസൂലും ആദം അലൈഹിസ്സലാം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് 11, ഏറ്റവും പഴക്കമുള്ള വേദഗ്രന്ഥം തൗറാത്താണ്. തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ആദ്യമായി കിതാബ് നൽകിയത്. അപ്പോൾ അവിടെ തൗറാത്ത് എന്നത് നമുക്ക് എഴുതാം. അടുത്തത്, മക്കയെ വലിയ നഗരമായി വികസിപ്പിച്ച മഹാൻ ആരാണ്? മക്കയെ വലിയ നഗരമായി വികസിപ്പിച്ചത്?
ഓപ്ഷൻ ഡി കുസൈബിനു കിലാബാണ്. കുസൈബിനു കിലാബാണ് പരിശുദ്ധ മക്കയെ വലിയ നഗരമായി വികസിപ്പിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക്. ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക്. അടുത്തത് താഴെ കൊടുത്ത ചിഹ്നങ്ങളിൽ തൻവീൻ ഏത്? തൻവീൻ ഏതാണ്? തൻവീൻ ഓപ്ഷൻ ബി ഫത്ഹ തൻവീൻ, ലമ്മ തൻവീൻ, കസ്ര തൻവീൻ, അതാണ് തൻവീൻ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അടുത്തത് മുൻഫക്കീൻ. മുൻഫക്കീൻ ഇതിലെ സുക്കൂനുള്ള നൂന് ഓതേണ്ടത്. സുക്കൂനുള്ള നൂന് ഓതേണ്ടത് എങ്ങനെയാണ്? മുൻഫക്കീൻ, നൂനിന് ശേഷം ഫാ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്താണ് ഓതേണ്ടത്. ഇഖ്ഫാ ചെയ്താണ് ഓതേണ്ടത്. അത് മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻ ബി. അടുത്തത് എന്താണ്? ലി റബ്ബിഹി ലക്കനൂദ്. ഉദാഹരണത്തിലെ യാ സൊയ്റയുടെ ചിഹ്നത്തിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ ചെറിയൊരു യാ, റബ്ബിഹി എന്ന ഹാഇൻ്റെ അടുത്ത് ഒരു യാ, ചെറിയ യാ സൊയ്റ എന്നാണ് അതിന് പറയാം. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്? അത് ഹാഇൻ്റെ കസ്റിനെ നീട്ടണം. ഹാഇൻ്റെ കസ്റിനെ നീട്ടണം എന്നതാണ്. യാ സൊയ്റ കസ്രയെ നീട്ടാൻ. യാ നമ്മൾ കസ്രയെ നീട്ടാനല്ലേ. അപ്പോൾ അത് അതേപോലെ വാവ് സൊയ്റ, ചെറിയ വാവ് വരും ചില വേർഡ്സിൽ. അപ്പോൾ അത് ലൊമ്മയെ നീട്ടാനാണ്. വാവ് നമ്മൾ ലൊമ്മയെ നീട്ടാനല്ലേ. അപ്പോൾ അതുപോലൊക്കെ ചോദ്യം മാറി വരും, മനസ്സിലാക്കുക. അടുത്തത് ഉളൂ ചെയ്യാനും കുളിക്കാനും ഉപയോഗിക്കേണ്ട വെള്ളം ഏതാണ്? തൊഹൂർ അല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, തൊഹൂറാണ്. അതുപോലെ തന്നെ ഉളൂ ചെയ്യാനും കുളിക്കാനും പറ്റാത്ത, കുടിക്കാൻ പറ്റും, അതാണ് എന്ത്? തോഹിർ അല്ലേ. ജ്യൂസ്, ചായ ഒക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ 18ാമത്തത് അള്ളാഹുവിൻ്റെ സൈന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ സൈന്യമാണ് ആര്? മലക്കുകൾ, ജുനൂദുള്ള. മലക്കുകൾ അള്ളാഹുവിൻ്റെ സൈന്യമാണ്. അടുത്തത് സൗദി അറേബ്യയിലെ ഒരു പ്രധാന നഗരമാണ്. സൗദി അറേബ്യയിലെ പ്രധാന നഗരമാണ് മദീന. അപ്പോൾ അവിടെ മദീന എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് ഗോളങ്ങൾക്കിടയിൽ ചന്ദ്രനെ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിച്ചത്. മതപരമായ അറിവ് നേടിയവരെ എന്നാണ് അവിടെ അങ്ങനെ ചന്ദ്രനെ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിച്ചത്. ഗോളങ്ങൾക്കിടയിലെ ചന്ദ്രനെ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിച്ചത്. അടുത്തത് എന്താണ്? 21 മകൻ എന്നർത്ഥമില്ലാത്ത പദം. മകൻ എന്നർത്ഥമില്ലാത്തത് അഹ്. അഹ് എന്നാൽ സഹോദരൻ എന്നാണ്. അടുത്തത് ഖലീലുള്ള എന്ന പേരിൽ പ്രസിദ്ധനായ നബി. ഖലീലുള്ള എന്ന പേരിൽ പ്രസിദ്ധനായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം. അടുത്തത് താഴെ കൊടുത്തവയിൽ 6 ആയത്തുള്ള സൂറത്ത്. 6 ആയത്തുള്ളത്. അപ്പോൾ ഇവിടെ സൂറത്തുന്നാസ്. സൂറത്തുന്നാസാണ് 6 ആയത്തുകളുള്ളത്. അടുത്തത് യലിദ്. യലിദ് എന്നതിലെ ദാലിന് മുകളിലെ ചിഹ്നം. യലിദ് എന്നതിലെ ദാലിന് മുകളിൽ വരുന്നത് എന്താണ്? സുക്കൂനാണ്. സുക്കൂനാണ്. അപ്പോൾ അത് നമുക്കവിടെ സുക്കൂന് എന്നത് ടിക്ക് ചെയ്യാം. അറബി ഭാഷയിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് എന്ന അർത്ഥമുള്ളത് ഏതിനാണ്? ഫസ്റ്റ് എന്ന അർത്ഥമുള്ളത്. അപ്പോൾ അവിടെ ഓപ്ഷനിൽ അഹദ്, വാഹിദ് അതൊക്കെ 1 എന്നാണ്. അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ, ഫസ്റ്റ് എന്ന അർത്ഥമാണ് അവ്വൽ. ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത്. അപ്പോൾ അവിടെ അവ്വൽ എന്നതാണ് ശരിയുത്തരം വരുന്നത്. അടുത്തത് എന്താണ്? 26 വ ഇന്നാ ഇലാ റബ്ബിന ലമുൻഖലിബൂൻ എന്ന് അവസാനിക്കുന്ന ദിക്ർ ചൊല്ലണം. എപ്പോഴാണ്? വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റിൻ്റെ അവസാനമാണ് വ ഇന്നാ ഇലാ റബ്ബിന ലമുൻഖലിബൂൻ എന്നത്. അടുത്തതാ നിസ്കാരത്തിൻ്റെ ഷർത്ത്. ഇവിടെ താഴെ തന്നതിൽ നിസ്കാരത്തിൻ്റെ ഷർത്ത്. അപ്പോൾ ഇവിടെ ചോദ്യം നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്താണ് എന്നതാണ്. നിസ്കാരത്തിൻ്റെ ഷർത്ത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്താണ്? നിസ്കരിക്കുന്നതിന് ആവശ്യമായ നിബന്ധനയാണ്. നിസ്കാരത്തിൻ്റെ ഷർത്ത്. അപ്പോൾ അതേപോലെ നിസ്കാരത്തിൻ്റെ ഫർള് ചോദിച്ചു കാണുമെങ്കിലോ അത് നിസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ, അതാണ് നിസ്കാരത്തിൻ്റെ ഫർള് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് രണ്ടും അങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ
നിസ്കാരം പൂർണ്ണമാവാൻ ആവശ്യമായത് സുന്നത്തും കൂടി വേണം. അപ്പോൾ സുന്നത്ത് വന്നിട്ടാണെങ്കിൽ നിസ്കാരം പൂർണ്ണമാവാൻ ആവശ്യമായത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നഖത്തിനിടയിലെ അഴുക്ക് നീക്കാതെ ഉമർ ഉളൂ ചെയ്തു എങ്കിൽ അവൻ്റെ ഉളൂ എന്താവും? ഉളൂ. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, ഉളൂവിൻ്റെ ഷർത്ത് പാലിച്ചില്ല. ഉളൂവിൻ്റെ ഷർത്ത് പാലിച്ചില്ല എന്നതാണ് അവിടെ ശരി ഉത്തരം വരുന്നത്. എന്താണ്? മനസ്സിൽ കരുതുക എന്നർത്ഥമുള്ളത്. മനസ്സിൽ കരുതുക എന്നർത്ഥമുള്ളതാണ് എന്ത്? നിയ്യത്ത്. നിയ്യത്ത് മനസ്സിൽ കരുതുക, അതാണ് നിയ്യത്ത് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് തോൽ ശുദ്ധിയാക്കാൻ കഴിയാത്ത മൃഗം. തോല് ശുദ്ധിയാക്കാൻ കഴിയാത്ത മൃഗമാണ് പന്നി, നായ, പന്നി എന്നിവ നജസാണ്. അപ്പോൾ പന്നിയുടെ തോല് ശുദ്ധിയാക്കാൻ കഴിയില്ല. സിംഹം, മാന്, പോത്ത് ഇതിൻ്റെയൊക്കെ തോലുകൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അപ്പോൾ അതവിടെ പന്നി എന്നതാണ് അവിടെ ശരി, അത് നജസാണ്. അടുത്തത് എന്താണ്? അടുത്തത് താഴെ കൊടുത്തവയിൽ സസ്യമല്ലാത്തത്. ജനറലായിട്ടുള്ള ചോദ്യങ്ങളാണ് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ താഴെ കൊടുത്തവയിൽ സസ്യമല്ലാത്തത് പായൽ, ആനത്താമര, കൂണ്, കള്ളിച്ചെടി, ഇത്രയും ഓപ്ഷനാണ് ഉള്ളത്. അതിൽ കൂണാണ് സസ്യം അല്ലാത്തത്. അടുത്തത് താഴെ കൊടുത്തവയിൽ ഔഷധി വിഭാഗത്തിൽ പെടുന്നത്. ഔഷധി വിഭാഗത്തിൽ പെടുന്നത് തെങ്ങ്, നെല്ലിക്ക, സൂര്യകാന്തി, പേരക്ക. അതിൽ സൂര്യകാന്തിയാണ് ഔഷധി വിഭാഗത്തിൽ പെടുന്നത്. 33 കൂട്ടത്തിൽ പെടാത്തത് ജമന്തി, ഓർക്കിഡ്, പായൽ, നിശാഗന്ധി. അതിൽ കൂട്ടത്തിൽ പെടാത്തത് പായലാണ്, പായൽ. അടുത്തത് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ജീവി. ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ജീവി സ്ലോത്താണ്. ഇവിടെ ആമ, ഒച്ച്, തേരട്ട എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ സ്ലോത്താണ് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നത്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇവിടെ ചെമ്മീൻ, മത്തി, കരിമീൻ, തിമിംഗലം. അപ്പോൾ അതിൽ പെടാത്തത് തിമിംഗലാണ്. 36 ആമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന്. ആമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിന് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയാണ് എന്നതാണ്. വേഗത കുറവ്, കരയിലും വെള്ളത്തിലും ജീവിക്കും, പുറന്തോട് ഒക്കെ ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രത്യേകത വന്നത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്നതാണ്. അടുത്തത് ബുദ്ധമയൂരി എന്നത് എന്താണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമാണ്. ബുദ്ധമയൂരി എന്നത് ഔദ്യോഗിക ശലഭമാണ് കേരളത്തിൻ്റെ. അടുത്തത് പല ആദിവാസികളും ഉപയോഗിക്കുന്ന ജലസ്രോതസ്സിൻ്റെ പേര്. അത് കെനി എന്ന് പറയും. അടുത്തത് എന്താണ്? കൊതുക് പരത്താത്ത രോഗമേത്? കൊതുക് പരത്താത്തത് മഞ്ഞപ്പിത്തമാണ്. ഡെങ്കി, മലേറിയ, മന്ത് ഇതൊക്കെ കൊതുക് പരത്തുന്നതാണ്. മഞ്ഞപ്പിത്തം കൊതുക് പരത്തുന്ന രോഗമല്ല. അടുത്തത് കംപ്ലീറ്റ് ദ വേർഡ് യൂസിങ് അപ്രീഷിയേറ്റ് ലെറ്റേഴ്സ്. ആ താഴെ തന്നതിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ലെറ്റർ EI എന്നതാണ്. EI അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ദേ വാണ്ടഡ് ഡാഷ് അഡ്മിറ്റ് എ ഗേൾ ഡാഷ് അവർ സ്കൂൾ. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ടു എന്നതാണ്. രണ്ട് സ്ഥലത്തും ടു. വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ, അങ്ങനെയാണ് അവിടെ ചേർത്ത് എഴുതേണ്ടത്. അടുത്തത് 42 5 കഷ്ണം ഈർക്കിൾ കൊണ്ട് ഒരേ സമയം എത്ര ചതുരങ്ങളുടെയും ത്രികോണങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടാക്കാം? അപ്പോൾ 5 ഈർക്കിൾ കൊണ്ട് ഒരു ചതുരവും 2 ത്രികോണവും നമുക്ക് നിർമ്മിക്കാം. അടുത്തത് ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? നമുക്ക് താഴെ ചിത്രം തന്നിട്ടുണ്ട്, അതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ അത് എണ്ണി നോക്കാം. അപ്പോൾ അതിൽ 16 ചതുരങ്ങളാണ്. 16 ചതുരങ്ങളുണ്ട്. 44 9 ഒന്നുകളും 6 നൂറുകളും 7 പത്തുകളും 2 ആയിരങ്ങളും ചേർന്ന സംഖ്യ. അപ്പോൾ അത് ഏതാണ് ആൻസർ വരിക? അപ്പോൾ നമുക്ക് അത് 1000, 100, 10, 1 എന്ന രീതിയിൽ എഴുതാം. അപ്പം 2679 ഓപ്ഷൻ ശരിയാവും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ 9 1 കഴിഞ്ഞിട്ട് 100 ആണ്, പിന്നെയാണ് 10 വന്നത്. അപ്പോൾ അത് എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് എന്താണ്? 8073
ഇതുപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. അപ്പോൾ നമ്മൾ എണ്ണ ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ചെറിയ സംഖ്യ കിട്ടൂല. അപ്പോൾ 0 വരുമ്പോൾ 0 ഫസ്റ്റ് എഴുതരുത്. ആദ്യത്തെ ചെറിയ സംഖ്യ എഴുതിയതിന് ശേഷമാണ് 0 എഴുതേണ്ടത്. ഇതെല്ലാ ചോദ്യപേപ്പറിലും വരുന്നതാണ്. അപ്പോൾ ഇനിയൊക്കെ ഉപകാരപ്പെടുത്തുന്നവർ അത് മനസ്സിലാക്കുക കേട്ടോ. ആദ്യം സംഖ്യ എഴുതണം, എന്നിട്ടാണ് അതിൽ 0 എഴുതുക, പിന്നെ അടുത്ത ചെറിയ സംഖ്യ എഴുതുക, പിന്നെ അങ്ങനെ. അപ്പോൾ 3, 0, 7, 8 അങ്ങനെയാണ് ചെറിയ സംഖ്യ എഴുതി വരുമ്പോൾ. വലിയ സംഖ്യ എഴുതി വരുമ്പോൾ അവസാനത്തിൽ 0 എഴുതുക, ആദ്യം വലിയ സംഖ്യകൾ എഴുതുക. 8, 7, 3, 0 അങ്ങനെ വലിയ സംഖ്യ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. ഇനി അക്കങ്ങൾ തുല്യമായി വരുന്ന 2 അക്കമുള്ള ഒറ്റ സംഖ്യകൾ എത്ര? അക്കങ്ങൾ തുല്യമായി വരുന്ന 2 അക്കമുള്ള ഒറ്റ സംഖ്യകൾ എത്രയാണ്? അപ്പോൾ അവിടെ 2 അക്കമുള്ള ഒറ്റ സംഖ്യ 5 എന്നതാണ് അവിടെ ശരിയുത്തരം വരുന്നത്. അക്കങ്ങൾ തുല്യമായി വരുന്ന 2 അക്കമുള്ള ഒറ്റ സംഖ്യ 5 എന്നതാണ് അവിടെ ശരി. അതായത് ഒറ്റ സംഖ്യകൾ 2 അക്കങ്ങൾ വരണം. അത് 2 സംഖ്യകൾ തുല്യവുമാവണം. അതായത് 11, പിന്നെ 33, 55, 77, 99 ഇങ്ങനെ 2 അക്കം വരുന്നത് ഇത്രയും സംഖ്യകളാണ്. അതാണ് 5 എന്നത് അവിടെ വന്നത്. 5 നമ്പേഴ്സാണ് അങ്ങനെ ഒറ്റ സംഖ്യകളായിട്ട് 2 അക്കമുള്ളത് വരുന്നത്. അടുത്തത്, ഫാത്തിമയുടെ കയ്യിൽ 500 മുതൽ 10 വരെയുള്ള എല്ലാ നോട്ടുകളും അതിന് താഴെ 1 വരെയുള്ള എല്ലാ നാണയങ്ങളുമുണ്ട്. എല്ലാം കൂടി എത്ര രൂപയുണ്ടാവും? അതായത് 500 രൂപ മുതൽ 10 രൂപ വരെയുള്ള എല്ലാ നോട്ടും ഉണ്ട്, പിന്നെ 10 രൂപ മുതൽ 1 രൂപ വരെയുള്ള എല്ലാ നാണയങ്ങളും ഉണ്ട്. എല്ലാം കൂടി എത്ര രൂപ ഉണ്ടാകും? അപ്പോൾ 500 കഴിഞ്ഞാൽ പിന്നെ 200, പിന്നെ 100, പിന്നെ 50, പിന്നെ 20, പിന്നെ 10, പിന്നെ ചില്ലറകൾ നമ്മൾ 5, 2, 1 അതെല്ലാം കൂടിയിട്ട് പ്ലസ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ 8 രൂപയും ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ 888 അവിടെ ആൻസർ വരിക. അടുത്തത് പാറ്റേൺ പൂരിപ്പിക്കാനാണ്. ഇവിടെ 450, 464, 478. അപ്പോൾ അത് എങ്ങനെയാണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് വേണം അടുത്തത് പൂരിപ്പിക്കാൻ. അപ്പോൾ അവിടെ എത്ര വ്യത്യാസം വരുന്നുണ്ട് നമുക്ക്? 14 ഫസ്റ്റ് 14, 50 നിന്ന് 14 ആഡ് ചെയ്തപ്പോഴാണ് 64. 64 14 ആഡ് ചെയ്തപ്പം 78 കിട്ടിയിട്ടുണ്ട്. 78 കൂടെ നമുക്ക് പിന്നെയും 14 ആഡ് ചെയ്താൽ 92. അപ്പോൾ അവിടെ 492 എന്ന ആൻസറാണ് അവിടെ ശരിയായത്. അടുത്തത് 49, വിട്ടുപോയ 3 അക്കങ്ങൾ കണ്ടെത്തിയിട്ട് ചതുരങ്ങളിൽ പൂർത്തിയാക്കണം. അപ്പോൾ അവിടെ വിട്ടുപോയ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്കവിടെ 8, 3, 4, പിന്നെ 6, 7, 2. പിന്നെ അവിടെ ഇല്ലാത്തത് അപ്പം 1 ഇല്ല, 5 ഇല്ല, 9 ഇല്ല. 1 മുതൽ 9 വരെയുള്ള നമ്പർ ഓർഡറിലാണ് വന്നത്. അപ്പോൾ അതിലവിടെ വിട്ടുപോയത് 1, 5, 9. അപ്പോൾ അത് എങ്ങനെയാണത്? 5, 1, 9 എന്ന് അങ്ങനെ എഴുതിയാൽ നമുക്കവിടെ അപ്പോൾ അത് എവിടേക്ക് പ്ലസ് ചെയ്താലും 15 ആൻസർ കിട്ടും വേണം. അങ്ങനെയാണ് അവിടെ ആൻസർ കണ്ടെത്തേണ്ടത്. അവിടെ നമുക്ക് ഓപ്ഷനിൽ എല്ലാത്തിൻ്റെതും 5, 1, 9 ഉണ്ട്. അപ്പോൾ അത് എവിടേക്ക് ആഡ് ചെയ്താലും 15 ആൻസർ കിട്ടുന്ന മിസ്സിംഗ് ലെറ്ററാണ് അവിടെ നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അടുത്തത് 50ാമത്തത്. അടുത്തത് അവരോഹണ ക്രമത്തിൽ എഴുതിയത്, അതായത് ഡിസെൻഡിങ് ഓർഡർ. നമ്മൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും അല്ലേ, ചെറുതെന്ന് വലുതക്കും വലുതെന്ന് ചെറുതക്കും. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ആണ്, വലുതെന്ന് ചെറുതിലേക്ക്. അപ്പോൾ അവിടെ ഓർഡർ വന്നത് 9, 6, 5, 4, 0 എന്ന ഓപ്ഷൻ എ ആണ്. ബാക്കി ഒന്നും ഓർഡറിലല്ല. ഓർഡർ വലുതെന്ന് ചെറുതക്ക് പോകുന്നതാണ്, അതാണ് ഡിസെൻഡിങ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റത്തെ ഓപ്ഷനായ 9, 6, 5, 4, 0 എന്ന ഓർഡർ വലുതെന്ന് ചെറുതിലേക്ക് പോകുന്ന ഓർഡറാണ് അവിടെ നമുക്ക്
ഡിസെൻഡിങ് ഓർഡർ, അവരോഹണ ക്രമം. അപ്പോൾ അത്രയാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മനസ്സിലാക്കേണ്ട ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ മെയിൻ എക്സാമിലേക്ക് എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും പറയുന്നതിൽ മാറിപ്പോകുന്നതൊക്കെ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. പഠിച്ചതൊക്കെ അനുസരിച്ച് എല്ലാവർക്കും എക്സാമൊക്കെ എഴുതി നല്ല വിജയം കൈവരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.